റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഈ സർവേ ഡിപ്പാർട്ട്മെന്റ് ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടി 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി. ഈ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നമ്മൾ വികാസ പ്രകാരം എടുത്തപ്പോ അത് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, കൃത്യമായ പരസ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ 1266 വില്ലേജുകളിലാണ് ഈ റിസർവേ നടപടികൾക്ക് വേണ്ടി ഡിജിറ്റൽ റിസർവേ ഉപകരണങ്ങൾ വാങ്ങാൻ 339.46 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ടെൻഡർ ക്ഷണിച്ചത്. അപ്പോ ഇതിന് മുൻപ് വാങ്ങിയ ഉപകരണങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ് ചെയ്തത്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഉപകരണങ്ങൾ പോലും ഉപയോഗശൂന്യമാക്കിയിട്ടാണ് ഈ പുതിയ ടെൻഡർ വിളിച്ചത്. അപ്പൊ ഈ ടെൻഡർ വിളിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ വീഴ്ചകൾ ഞങ്ങൾ ഓരോന്ന് കൃത്യത പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇവര് 168 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പരസ്യം കൊടുത്തത് ഏറ്റവും ചെറിയ ദേശാഭിമാനിയിലാണ് ഒരു പരസ്യം, ഒന്ന് മാതൃഭൂമിയില്. നമ്മള് ഭൂതകണ്ണാടി വെച്ച് നോക്കിയാൽ പോലും പരസ്യം കാണില്ല. ഇംഗ്ലീഷ് പത്രത്തിലോ ഇന്ത്യയിൽ ഇറങ്ങുന്ന മറ്റ് ദേശീയ പത്രങ്ങളിലോ കൊടുത്തിട്ടില്ല. അങ്ങനെ 167 കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇത് നേരെ ടെൻഡർ 343 കോടി രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ അത് റീ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളുടെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2.82 ലക്ഷം രൂപയ്ക്കാണ് 700 എണ്ണം വാങ്ങാൻ പറഞ്ഞത്. ഒറ്റയടിക്ക് 1700 എണ്ണം വാങ്ങാം. പിന്നെ ആദ്യത്തെ എസ്റ്റിമേറ്റ് 1.7 കോടി രൂപയുടെ ടാബ്ലറ്റ് എന്നതിന് പകരം 47.94 കോടി രൂപയ്ക്കാണ് മാറ്റം വരുത്തിയത്. അതുപോലെ തന്നെ ആർട്ടിക്ക വിഷയം 11 ലക്ഷം രൂപ വെച്ച് 1000 എണ്ണം വാങ്ങാൻ 110 കോടി തീരുമാനിച്ചത്. എന്നാൽ ഒരു യൂണിറ്റിന് 14.32 ലക്ഷം രൂപ വെച്ച് 1000 എണ്ണത്തിന് 147 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ETS ഒരു യൂണിറ്റ് 8 ലക്ഷം രൂപയാണ് ആദ്യത്തിൽ ഉണ്ടായിരുന്നത്. 56 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. അത് RETS വാങ്ങാൻ നോക്കുമ്പോ 14.98 കോടി രൂപയാണ് വർദ്ധിപ്പിച്ചു. ആദ്യ എസ്റ്റിമേറ്റ് 168 കോടി രൂപയാണ് ടെൻഡർ പരസ്യം. അതിലൊന്നും പറയാതെ ഉപകരണങ്ങളെ വില വർദ്ധിപ്പിക്കുകയും പിന്നെ എണ്ണം കൂട്ടുകയും എല്ലാം ചെയ്ത് സ്പെസിഫിക്കേഷൻ പോയി മാറ്റിയിട്ട് 289.5 കോടി രൂപയ്ക്കാണ് ഉപകരണങ്ങൾ വാങ്ങിയത്. അപ്പൊ ഇത് ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന മുഖ്യമന്ത്രിക്ക് ആദ്യം പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം CBI ഡയറക്ടർക്ക് പരാതി കൊടുത്ത് നമ്മൾ CBI ഡയറക്ടറെ ബന്ധപ്പെട്ടപ്പോ CBI ഡയറക്ടർ കവറിംഗ് ലെറ്റർ വെച്ചിട്ട് ഈ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുക്കാൻ ചെയ്തു, അന്വേഷിക്കാൻ, ഈ നടപടി എടുക്കാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു. ആ പരാതി വിജിലൻസ് ഡയറക്ടർ അവരുടെ വിജിലൻസ് വിഭാഗത്തിൽ ഒരു ടീമിനെ വെച്ച് അന്വേഷിച്ചു. അതായത് ഈ സർക്കാരിന്റെ തന്നെ വിജിലൻസ് വിഭാഗമാണ് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചിട്ട് അവര് തന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ വീഴ്ചകൾ. ഇത് ഒരു കോപ്പി തരും ആ റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലുണ്ടായ അപാകതകളും അഴിമതി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് പേജില് അവർ കൃത്യമായി പറയുന്നുണ്ട്, ഒന്ന്, ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ അടങ്ക തുകയായ 128 കോടി രൂപ നൽകിയ ടെൻഡർ മുഖാന്തരം എക്സിജൻ എന്ന കമ്പനി തെരഞ്ഞെടുത്തു. പ്രീ ടെൻഡറിൽ 12 കമ്പനി വന്നിട്ട് ഒറ്റ കമ്പനിക്കായിട്ട് അവർ അതിന്റെ ആ കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷനിലാക്കിയിട്ടാണ് ആ ടെൻഡർ ശരിയാക്കിയത്. എന്നാൽ വാങ്ങാൻ ഉദ്ദേശിച്ച ഉപകരണങ്ങളുടെ സ്പെസിഫിക്കേഷൻ എണ്ണത്തിൽ വ്യത്യാസം വരുത്തി ചില ഉപകരണങ്ങൾ 16 ഇരട്ടി വരെ വില വർദ്ധിപ്പിച്ച് ആകെ ഇരട്ടിയിലായ തുക ഉപകരണം വാങ്ങാൻ തീരുമാനിച്ചു. ടെൻഡർ മുഖാന്തരം വാങ്ങിയ വലിയ വിലയ്ക്കുള്ള അളവിലുള്ള ഉപകരണങ്ങൾ ചെറിയ കാലയളവിൽ തകരാർ സംഭവിക്കുകയും പിന്നെ ടെൻഡർ നടപടിയിൽ ക്രമങ്ങളിൽ അപാകത സംഭവിച്ചു. ഇത്രയും വലിയ അലിഗേഷൻ ഉണ്ടായിട്ട് പോലും അതിന്റെ അവര് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്ന ആവശ്യപ്പെട്ടു, എക്സ്പേർട്ടിനെ വെച്ചിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്ന ആവശ്യപ്പെട്ടു. അതുപോലെ ഈ പർച്ചേസ് മാനുവലിലെ എക്സംഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വിജിലൻസ് ഡയറക്ടർ പരാതി കൊടുത്തു. നിങ്ങളിത് ഡീറ്റെയിൽ അന്വേഷണം നടത്തി ഇതിൽ FIR ഇടണം, കാര്യങ്ങൾ വെച്ച് കൊടുത്തു. ഒരു അന്വേഷണം നടത്തിയില്ല. അപ്പോഴാണ് നമ്മൾ ഹൈക്കോടതിയിലെ ഹർജി കൊടുത്തു. അപ്പൊ ഹൈക്കോടതി അതിൽ ഉത്തരവിട്ടിട്ടുണ്ട് 3 ആഴ്ചക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടേക്കാം.
ഇതില് വലിയ അഴിമതിയാണ്. ഇതിൽ ഏറ്റവും തമാശ ഡിജിറ്റൽ റീസർവ് പൂർത്തീകരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പരാതികൾ പ്രശ്നങ്ങളായിട്ട് അത് എവിടെയും എത്താതെ കിടക്കാണ്. അവിടെ വാങ്ങിയ ഉപകരണങ്ങൾ എപ്പോഴും കേടായി കിടക്കാണ്. എന്തോ വലിയ അളവിൽ ഉപകരണങ്ങൾ കേടായി കിടക്കാം. ഒരു ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഇത്രയും വലിയ അഴിമതിയാണെന്നുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ കോപ്പി ഞാനിപ്പോ തരാം. അതിപ്പോ പ്രിന്റ് എടുക്കുള്ളൂ. ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ ഉണ്ടായി. ഇല്ല, ഇന്നലെയാണ് ഹൈക്കോടതി ഉത്തരവിട്ട 3 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇത് ചെറിയ അഴിമതിയല്ല, വലിയ. ഈ ഉപകരണങ്ങൾ എല്ലാ സ്ഥലത്തേക്കും റിസർവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, പല ഉപകരണം. പക്ഷെ എല്ലാം അതിന്റെ ടാബൊക്കെ കംപ്ലൈന്റ് ആണ്. ഒരു 2 ലക്ഷം രൂപയ്ക്ക് ടാബിനൊക്കെ പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ലക്ഷം രൂപയ്ക്ക് ടാബിന് പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോന്നിന്റെ കൃത്യമായ അലിഗേഷൻസ് അതിന് പറഞ്ഞത് വലിയ അഴിമതിയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇന്നലെ കേസ് അഡ്മിറ്റ് ചെയ്ത് 3 ആഴ്ചക്കുള്ളിൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഹാജരാക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രതിഭാഗത്ത് ഇപ്പൊ നമ്മൾ കൊടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പ്രതിഭാഗത്ത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സർവേ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് പ്രതിസ്ഥാനത്ത് കൊടുക്കുന്നത്. ഇത് 21 തൊട്ട് തുടങ്ങിയത്. ഞാൻ 22 തൊട്ട് ഇതിന്റെ പിന്നാലെയുണ്ട്. 22 മുതൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് എല്ലാം ഉണ്ട്. അതിൽ ഹൈക്കോടതി ഉത്തരവ് ഇങ്ങനെയാണ് ഞാൻ വായിക്കാം, കോപ്പി തരും. ഹൈക്കോടതി ഉത്തരവിൽ 1ാമത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്രട്ടറി റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, 3 പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, 4 ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഡയറക്ടർ ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ, സൂപ്രണ്ട് ഓഫ് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇവരാണ് അതിലെ ഇതര കക്ഷികള്. അതിൽ ഹൈക്കോടതി പറഞ്ഞ senior government period to file a report in the form of an affidavit regarding the steps that have been taken by the respondent 567 with respect to the amendments made in the petition within a period of 3 weeks. അപ്പോ 3 ആഴ്ചക്കുള്ളില് ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി വിജിലൻസ് കണ്ടെത്തിയ അഴിമതിയുണ്ട്. പ്രാഥമിക അഴിമതി കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലാണ് റിപ്പോർട്ട് വായിച്ചറിയാം. ആ അഴിമതിയെ കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം, ശാസ്ത്രീയമായുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് വിജിലൻസ് ടീമിന്റെ റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ട് വെച്ചിട്ട് ഫർദർ അന്വേഷണം നടത്താതെ 1 കൊല്ലമായി ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കൈവശം വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് രീതിയിൽ പറഞ്ഞത്, ഇത് ഹൈക്കോടതിയിൽ നമ്മൾ പറഞ്ഞത് ഇത് വലിയ അഴിമതിയാണ്, ഇതിന് അന്വേഷണം നടത്തണം. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് 3 ആഴ്ചക്കുള്ളിൽ ഇതുമായുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ നടപടികൾ എടുത്തു, ഏതൊക്കെ രീതിയിലുള്ള അഴിമതി കണ്ടെത്തി എന്നതിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ഷാജി കോളകണ്ടത്ത് അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് കൊടുത്തിട്ടില്ല, KPC സെക്രട്ടറി ആയിട്ടല്ല കൊടുത്തിട്ടില്ല. ഷാജി കോളകണ്ടത്ത് അല്ല, ഈ അഴിമതിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റെടുക്കാം, പൊതുജനങ്ങൾക്ക് ഏറ്റെടുക്കാം, ആർക്കോടെ ഏറ്റെടുക്കാം. വലിയ അഴിമതിയല്ല. ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാര്യം വെറുതെ രാജേട്ടാ, ഇത് ഷാജി കോളകണ്ട് ഉന്നയിച്ച ഒരു ആരോപണമല്ല. നിങ്ങളുടെ കയ്യിൽ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് എനിക്കും മനസ്സിലാവുന്ന മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ളത് അതിൽ അഴിമതി ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. 168 കോടി രൂപ ടെൻഡർ വിളിച്ചിട്ട് 343 കോടി രൂപ ഉപകരണങ്ങൾ വാങ്ങണം. പല ഉപകരണങ്ങളിൽ വില 18 മടങ്ങും 20 മടങ്ങും എഴുതിയിട്ടേക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അഴിമതി. പിന്നെ ഇതില് വേറെ ആവശ്യമില്ല. ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്, അവരും അന്വേഷിക്കേണ്ട, അതിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. ഇല്ലല്ല, അതല്ല വിജിലൻസ് നടപടി പറഞ്ഞത്. അതായത് ഒരു 10 രൂപയുടെ സാധനം വാങ്ങാൻ ടെൻഡർ കൊടുത്തിട്ട് 1 കോടി രൂപയുടെ സാധനം വാങ്ങാം എന്ന് പറയുന്ന വിഷയം. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ, ഇത് ഈ ഹെക്സജൻ കമ്പനിയായിട്ട് ഇവരൊരു ടൈപ്പുണ്ട്. ഹെക്സജൻ കമ്പനിക്ക് വേണ്ടിയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ള സാധനങ്ങൾ ആദ്യം പറയാം. അപ്പൊ മറ്റ് കമ്പനികൾ ടെൻഡറിന് വരില്ല. അത് കഴിഞ്ഞ് ഹെക്സജൻ കമ്പനിയായിട്ട് കരാർ ചെയ്തിട്ട് ആ സ്പെസിഫിക്കേഷൻ മാറ്റിയിട്ട് വേൾഡ് ലെവലിൽ എല്ലാവർക്കും കൊടുക്കാൻ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കാം. ഉപകരണങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താം. പിന്നെയാണ് തട്ടിപ്പെന്ന് പറയണം. അല്ല, ഇതിന് ആർക്കാ പങ്കുള്ളതെന്ന് വിജിലൻസിനല്ലേ കണ്ടെത്തണം. വിജിലൻസ് കണ്ടെത്തണ്ടല്ലോ. അല്ല, ഇത് ഈ പോയിന്റ് ഇതില് ആരൊക്കെയാണ് ഇതില് കറപ്ഷൻ നടത്തിയത് അവർക്ക് വിജിലൻസ് അന്വേഷണം വരും. ആ സംശയമില്ല. ആരാണെങ്കിൽ ഇതിൽ കറപ്ഷൻ അല്ലെങ്കിൽ അത് വരും. ഇത് ചെറിയ അലിഗേഷൻ അല്ല.
ഇത് ഹൈക്കോടതി അടക്കം ഇത് സീരിയസ് ആയിട്ട് എടുത്തോണ്ടാണ് ഹൈക്കോടതി അപ്പീൽ മെറിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് 3 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അദ്ദേഹത്തിന്റെ വകുപ്പിലല്ലേ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞെന്ന് ചോദിക്കും. അതന്നെ അത് തന്നെയല്ല ഈ ഉപകരണം കംപ്ലൈന്റ് ആണ്. അതിൽ ഞാൻ വിവരാശനം എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇത് ഇത്ര പോകുന്ന വിവരാശനത്തില് ഒരു 2 ചാക്ക് വിവരാശനം തന്നെ കംപ്ലൈന്റ് ഉള്ള ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങൾ മാറ്റി കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഇല്ല ഈ ഉപകരണങ്ങൾക്ക്. ഇത് ചെറിയ അഴിമതിയല്ല. 2ാം ഘട്ടം വാങ്ങാൻ ഞാൻ ഇതിന്റെ പിന്നിലുള്ളത് മാത്രമാണ് 2ാം ഘട്ടം വാങ്ങാഞ്ഞത്. അല്ലെങ്കിൽ വീട്ടിൽ കുറെ സാധനങ്ങൾ വാങ്ങിയത്. ഇതില് കുറെ സാധനങ്ങൾ അവർ കൂട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. വലിയ അഴിമതിയത്. അതന്നെ കറക്റ്റ്. അല്ല, കോടതി ഇടപെടൽ തന്നെയാണ് എല്ലാത്തിന്റെയും ശക്തി. ഒരു സംശയമില്ല. ഇപ്പൊ കോടതി ഇടപെടലുണ്ടല്ലേ ഇപ്പൊ സർവേ നടത്തിയത്. കോടതി ഇടപെടൽ ഒരു സംശയമില്ല, വലിയ ശക്തി തന്നെയാണ്. നിയമത്തിനുള്ള ശക്തി വേറെ ഒന്നുമില്ല വിശ്വസിക്കുന്ന ഒരാളാണ്. പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പാർട്ടിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, പാർട്ടി ഏറ്റെടുക്കൂല. അഴിമതിയല്ല, വലിയ അഴിമതിയല്ലേ. അല്ല, അത് പറയാൻ പറ്റില്ല. ആദ്യം ഉദ്യോഗസ്ഥന്മാരല്ല, എല്ലാ കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാരല്ല ഉണ്ടാവാം. അത് ഭരണാധികാരികൾ പിന്നിലല്ല വരാം. ഉദ്യോഗസ്ഥന്മാരല്ല ഇതിൽ ഒപ്പുവയ്ക്കുന്നത് ആദ്യം. അപ്പൊ ആദ്യം വരുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. പിന്നിലേക്ക് വരുമ്പോഴല്ലേ. ഇപ്പൊ ശബരിമല കേസിൽ ആദ്യം ആരാ വന്നേ? ഉദ്യോഗസ്ഥന്മാരും അതുപോലത്തെ അവിടുത്തെ ജീവനക്കാരല്ല വന്നേ. അവസാനല്ലേ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ. ഏതിലും അങ്ങനെ തന്നെയല്ലേ. ഒരു പഞ്ചായത്തിൽ വരുമ്പോ ആദ്യം ആരാ? സെക്രട്ടറി, സൂപ്രണ്ട്, അതേപോലെ സ്റ്റാഫുകൾ, ഇവരല്ലേ ആദ്യം ഒപ്പിടുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ അത് മറ്റേ ഭരണാധികാരികൾക്ക് ഇറക്കി പറ്റുള്ളൂ. ഇത് ഞാൻ കുറച്ച് നാളായി ഈ സാധനം മന്ത്രിക്ക് ഇതിന്റെ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, അതിന് അവര് പറയേണ്ട സമയം കഴിഞ്ഞവര് ഇത്രയും വലിയ അഴിമതിയെ കുറിച്ച് ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാലം കുറച്ചായി. ഞാൻ 2023 കൊടുത്തു, 24 കൊടുത്തു, 25 കൊടുത്തു. ഇപ്പൊ കൊടുത്തു മുഖ്യമന്ത്രിക്ക്. ഈ 2ാമത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി കൊടുത്തു. ഈ റിപ്പോർട്ട് ഇനിയും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു, ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെ ഈ കക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം കക്കല് മാത്രമായിരിക്കും. അതിന്റെ നടപടിക്രമങ്ങള് കക്കണയിൽ ഒരു പ്രത്യേക നടപടിക്രമമൊന്നും ഇല്ല. ഇതിന് എപ്പോഴും എല്ലാതും അങ്ങനെയല്ലേ. ഒരു വലിയ ഇതിന്റെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത്. ഇതൊരു വലിയ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. വലിയ ക്രിമിനൽ കോൺസ്പിറസി. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഷാജി കോടതിയുടെ തൃശ്ശൂർ ഓഫീസിൽ വക്കീൽ പണിയിൽ ഇരിക്കുമ്പോ ഷാജി കോടതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് തരണമെങ്കിൽ ഇതിനൊരു കാര്യം മനസ്സിലാക്കിയോ, ഇതിന്റെ ഉള്ളിലത്തെ വകുപ്പിലുള്ള ആളുകൾ തന്നെയല്ല എനിക്ക് തരുന്നത്, അല്ലാതെ എനിക്ക് കിട്ടുമോ? അപ്പൊ അതിന്റെ ഉള്ളിൽ കറപ്ഷൻ നടത്തുന്നത് അതിന്റെ ഉള്ളിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് അവരാണ് ഡീറ്റെയിൽസ് തരുന്നത്. ഒരു വിശദീകരണമില്ല അവര് പറഞ്ഞത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യേണ്ട വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഇതുവരെ പൂർത്തീകരിച്ചില്ല. കേരളത്തിൽ 1667 വില്ലേജില് എത്ര വില്ലേജ് പൂർത്തീകരിക്കാൻ പറ്റി? ഇനി പൂർത്തീകരിച്ചോട്ട് ഏറ്റവും കൂടുതൽ പരാതികളല്ല, പരാതിയുടെ പ്രളയമാണ് ഈ ഡിജിറ്റൽ റീസർവുമായി ബന്ധപ്പെട്ട്. എല്ലാം കേടുവന്നു, പല സ്ഥലത്തും കേടുവന്നു.